ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. രാത്രിയിലും നമുക്ക് ദൈവസ്നേഹി കടന്നു വരുവാൻ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം നാം ധ്യാനിക്കുന്നത് പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിച്ചു വരുന്നത്. സ്തോത്രം. 9-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത്. അതിൻ്റെ 31 വരെയുള്ള വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിപ്പാനായിട്ട് കഴിഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് 9-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ശൗലെന്ന് പറയുന്ന ഒരു വ്യക്തി തികച്ചും സുവിശേഷത്തിനും കർത്താവിനും എതിരായിരുന്ന ഒരു വ്യക്തിയെ എങ്ങനെ കർത്താവിൻ്റെ സ്നേഹം തേടി വന്നു എന്നുള്ളതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലെന്ന് പറയുന്ന വ്യക്തിയുടെ മാനസാന്തരം. ഒരു സാധാരണ വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി ഈ മാർഗത്തെ, ക്രിസ്തീയ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അന്നുണ്ടായിരുന്ന അധികാരികളുടെയൊക്കെ പിൻബലത്തോടുകൂടെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗലെന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി വളരെ അധ്വാനിക്കുകയും ഓടി നടക്കുകയും ഒക്കെ ചെയ്ത ഈ ശൗലിനെ കർത്താവിൻ്റെ സ്നേഹം തേടി വരുന്നു എന്നുള്ളത് എല്ലാ കാലത്തും ജീവിക്കുന്ന ദൈവമക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് ആശ്വാസം പകരുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മെ എപ്പോഴും ഉത്സാഹത്തോടെ മുമ്പോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ്. അന്നെന്നതുപോലെ ഇന്നും കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ദൈവം ചിലരെ വേർതിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. കർത്താവിന് സ്തോത്രം. ആ നിലയിൽ അനേകർ നമ്മുടെ ചുറ്റുപാടും ഇന്നും ഒരുപക്ഷെ അവർ ദൈവജനത്തിന് അതറിയാത്തതുകൊണ്ട്, അതിൻ്റെ സത്യം ഗ്രഹിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ അതിന് വിരോധമായി നിൽക്കുന്നവരാകാം. എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏക സത്യമാർഗം യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയെക്കുറിച്ചുള്ള ആ അനുഭവത്തെ അത് സ്വീകരിപ്പാനും അതിനെ പിൻപറ്റുവാനും ഇന്നും അങ്ങനെയുള്ള അനേകരെ കർത്താവ് ഒരുക്കുന്നു എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. ഇതൊരു ചരിത്ര സംഭവം മാത്രമല്ല, ഇന്നും അത് അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവുമായുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്ന ശൗലിൻ്റെ ജീവിതത്തിൽ തുടർന്നുണ്ടായ ചില അനുഭവങ്ങളാണ് നമുക്കതിൻ്റെ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ വായിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 3 നിലയിലുള്ള ബന്ധങ്ങൾ. ഒന്ന്, താൻ അതുവരെയും ആയിരുന്ന ജീവിത രീതികളിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം തനിക്കുണ്ടാകുന്നു. പൊടുന്നനവേ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു രൂപാന്തരം നമുക്ക് ശൗലിൽ ദൃശ്യമാകുന്നുണ്ട്. ഇതൊരു പക്ഷേ മനുഷ്യർക്കാർക്കും നൽകുവാൻ കഴിയുന്ന ഒന്നല്ല. നാം കർത്താവിനെ പിൻപറ്റുമ്പോൾ അടിസ്ഥാനപരമായി നമ്മളിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിക്ക്, സ്വഭാവത്തിന്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒക്കെ സ്ഥായിയായ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. കുറച്ചുകൂടെ നാം ബെറ്റർ ആകുക എന്നുള്ള ആശയമല്ല. പൗലോസ് പിന്നീടത് ലേഖനങ്ങളിൽ വരുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ മരിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, അക്ഷരികമായ മരണമല്ല, എന്നാൽ പാപത്തിൽ താൻ മരിച്ചവനായിരുന്നു എന്ന് പറയുന്ന ഒരാൾ കേവലം ഏതെങ്കിലും നാസ്തികനായോ അല്ലെങ്കിൽ മറ്റ് ദൈവവിശ്വാസമില്ലാത്ത ഒരാളായിട്ടോ അല്ല നാം ശൗലിനെ കാണുന്നത്. മറിച്ച് താൻ വിശ്വസിച്ചു പോകുന്ന തത്വസംഹിതയ്ക്ക് വേണ്ടി വളരെ ഓടുകയും അധ്വാനിക്കുകയും ചെയ്തൊരു മനുഷ്യനായി, അന്നത്തെ യഹൂദ മതത്തിൽ ഒരു പരീശനായി നിലകൊണ്ടിരുന്ന ശൗലാണ് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസിന്റെ അനുഭവത്തെക്കുറിച്ച് പറയും, ഞാൻ പാപത്തിൽ മരിച്ചവനായിരുന്നു. തൻ്റെ ഹൃദയം ഇരുളടഞ്ഞതായിരുന്നു. വെളിച്ചം തനിക്ക് തൻ്റെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം കയറിയില്ല. എന്നാൽ തൻ്റെ ബുദ്ധിയിലെ ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരുന്നു. ഒരു പരീശൻ എന്നുള്ള നിലയിൽ ന്യായപ്രമാണം മുഴുവനും തനിക്ക് അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ പാപം ചെയ്യരുത്, എന്തൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ തനിക്ക് അറിയാം. പക്ഷേ അത് ചെയ്യാതിരിക്കുവാൻ തനിക്ക് സാധിച്ചില്ല എന്നാണ് പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ആ അവസ്ഥയ്ക്ക് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പദമാണ്, അല്ലെങ്കിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നു, ഞാൻ പാപത്തിൽ മരിച്ചവനായിരുന്നു. മരിച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇതാണ് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സന്തോഷവും ആ ആനന്ദവുമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഗതിയെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ, നമ്മൾ അക്ഷരീയമായി ചിന്തിച്ചാലും, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ജീവൻ തിരികെ കിട്ടിയാൽ വേണ്ട
രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ, പെട്ടെന്ന് പൊടുന്നനവേ അവന് നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായാൽ അവൻ്റെ ആ സന്തോഷം എത്ര വലുതായിരിക്കും. അവൻ മുന്നോട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടാകും. ഇതേപോലെ തന്നെ ക്രിസ്തുവിൽ ഒരു പുതുജീവൻ പ്രാപിച്ച ശൗല് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ദൈവത്തോടുള്ള തൻ്റെ ബന്ധം, തൻ്റെ കൂട്ട സഹോദരന്മാരോടുള്ള ബന്ധം, ലോകത്തോടുള്ള ബന്ധം, ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. അതിലെല്ലാം വലിയ മാറ്റമുണ്ടാകുകയാണ്. വളരെ ഉത്സാഹിയായി കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുന്ന അനുഭവം. അതിൽ ഞാൻ പറഞ്ഞു, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായതൊന്ന് ദൈവം എൻ്റെ പിതാവ് എന്നുള്ള ചിന്തയിലേക്ക് താൻ വരികയാണ്. ഒരു മതഭക്തി അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നിന്ന് ദൈവം എൻ്റെ പിതാവാണ്. അക്ഷരികമായി നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ പേരൻസിനോട് നമുക്കുണ്ടായിരിക്കുന്നൊരു ബന്ധം പോലെ തന്നെ സർവശക്തനായ ദൈവത്തെ പിതാവെന്നുള്ള ഒരു വലിയ പിതൃപുത്ര ബന്ധത്തിലേക്ക് താൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ കണ്ടത് തൻ്റെ ജീവിതത്തിലെ തൻ്റെ സഹവിശ്വാസികൾ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് സഹായകരമായി തീർന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കർത്താവിലേക്ക് ശൗലിനെ മുമ്പോട്ട് നടത്തുവാനായിട്ട് ചില വ്യക്തികളെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെയെല്ലാം അവരെ സഹോദരന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ സഹോദര്യ ബന്ധത്തിലേക്ക് ശൗലിനെ ദൈവം കൊണ്ടുവരികയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ട്. കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾ തമ്മിൽ സഹോദരങ്ങളാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരിയായി, രക്തബന്ധങ്ങളെക്കാൾ ഉപരിയായി ആ സഹോദര സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം. ഏത് ദേശത്ത് നമ്മൾ ചെന്നാലും കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കളുടെ ഇടയിലുള്ള ആ ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം നാം തിരിച്ചറിഞ്ഞവരാണ്. സഹോദരങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഒരു പ്രധാന കാര്യമാണ് ലോകത്തോടുള്ള നമ്മുടെ ബന്ധം. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ശൗല്, ഞാൻ പറഞ്ഞല്ലോ, അവൻ പാപത്തിൽ മരിച്ചൊരവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവൻ പ്രാപിച്ചിരിക്കുന്നു, വെളിച്ചം തന്നിലേക്ക് വന്നു, ഇരുളടഞ്ഞതായ തൻ്റെ ജീവിതാനുഭവം മാറി യേശുവിനെ തൻ്റെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തോടുള്ള തൻ്റെ ബന്ധം തികച്ചും വ്യത്യസ്തമായി. നമുക്കതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്ന ഒരു വാക്ക് ഇതാണ്: അവനൊരു സാക്ഷിയായി മാറുകയാണ്. എ വിറ്റ്നസ്, ഒരു സാക്ഷിയായിട്ട് അവൻ മാറുന്നു. ഇതെല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചും വളരെ യാഥാർത്ഥ്യമാണ്. യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടൊരു ദൈവപൈതലിന് ആ സന്തോഷത്തെ പ്രഖ്യാപിക്കാതിരിക്കാൻ കഴിയുകയില്ല, പ്രൊക്ലെയിം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. യേശുവാണ് ഏകരക്ഷിതാവ്, അവൻ നിന്റെ ഭാരങ്ങളെ വഹിക്കുന്നവനാണ്, അവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ പാപികളെ രക്ഷിക്കുന്നവനാണെന്നുള്ളതായ ആ ആത്യന്തിക സത്യത്തെ വിളിച്ചറിയിക്കാതിരിക്കാൻ ഒരു ദൈവത്തിന് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവിൻ്റെ സാക്ഷിയാണ്, ഒരു വിറ്റ്നസ്സായിട്ട് അവൻ മാറുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് അതിന് അവസരം തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഈ 3 വലിയ സത്യങ്ങളാണ്. അപ്പോൾ തന്നെ ദൈവസഭയുടെ ചില അടിസ്ഥാനപരമായ സ്വഭാവത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. എല്ലാ കാലത്തും ദൈവസഭയ്ക്ക് പീഡനങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി മുമ്പോട്ടിറങ്ങുമ്പോൾ, കർത്താവിന് ഇഷ്ടം ചെയ്യുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവർ കൂടി വരുന്ന ഇടങ്ങളിലെല്ലാം അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭ അധ്യായം തൊട്ട് നമ്മൾ കാണുന്നത് 2-3 നിലയിലുള്ള പീഡനങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മുമ്പ് ചിന്തിക്കുവാനിടയായി. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ക്രിസ്തീയ സഭ നേരിടുന്ന പീഡനങ്ങൾ ഇന്ന് പല നിലയിൽ നമ്മളത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക: ഇത് ദൈവസഭയ്ക്കൊരു പുതിയ അനുഭവമല്ല. ദൈവസഭയുടെ ആരംഭം മുതൽ തന്നെ ഇങ്ങനെയുള്ള പീഡനങ്ങളും സഭയിൽ ഉണ്ടായിരുന്നു. അത് വിവിധ നിലകളിൽ അതിൻ്റെ മുന്നോട്ടുള്ളതായ ഗമനത്തെ തടയുവാനായിട്ട് പല നിലയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കാലങ്ങളിൽ പലപ്പോഴും അത് അതിൻ്റെ വളർച്ചയെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ വായിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അതിന് 9-ാം അധ്യായം 31-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു: അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഈ 31-ാം വാക്യം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ ഓർപ്പിച്ചതാണ്. ഇങ്ങനെ 7, 8, 9 പ്രധാന വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെ ആയി കിടപ്പുണ്ട്. അതെല്ലാം സഭയുടെ പ്രത്യേകമായ വഴിത്തിരിവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ്. സഭയുടെ വളർച്ചയെ കാണിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളും വാക്കുകളും ആ വാക്യത്തിലുണ്ട്. അത് മുൻപൊരു സമയം നമ്മൾ ആ വിഷയം എടുത്തതായിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം സഭയുടെ ചില വഴിത്തിരിവ്. 9-ാം അധ്യായത്തിലെ വഴിത്തിരിവ് എന്താണ്? സഭയെ ഏറ്റവും അധികം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരം. അത് ശൗലിൻ്റെ മാനസാന്തരമായിരുന്നു. അതോടുകൂടെ സ്ഥിതി മാറുകയാണ്, ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണ്.
അതിനുശേഷം നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 32 മുതലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനെയാണ് വീണ്ടും ലൂക്കോസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത 2-3 അധ്യായങ്ങൾ, അതായത് 9-ാം അധ്യായം 32 മുതൽ കൃത്യമായി പറഞ്ഞാൽ 12-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2-3 അധ്യായങ്ങളിൽ ഇതിൽ പത്രോസിനെയാണ് കൂടുതൽ ലൂക്കോസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേകമായ ഒരു ഉദ്ദേശം ഇതിൻ്റെ എഴുത്തുകാരനായ ലൂക്കോസിനുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ശൗലിനെ അല്ലെങ്കിൽ പൗലോസിനെ 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വായിച്ചു വരുന്നിടത്ത് ശൗലിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിലും ഒരിടത്ത് ശൗലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം എന്നൊരു പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഈ അധ്യായങ്ങളിൽ പൗലോസിനെ കുറിച്ച് ശൗലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ 3 അധ്യായം 9-ന്റെ 32 മുതൽ 12-ന്റെ 25 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിനെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ലൂക്കോസ് കൊണ്ടുവരികയാണ്. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അതാണ് ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആദിമ പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം, അതിന് ശേഷമുള്ള അനുഭവങ്ങൾ. എന്നാൽ ഇവിടെ ഈ 9-ാം അധ്യായം തൊട്ട് നമ്മൾ വരുമ്പോൾ 8-9 അധ്യായങ്ങളിലൊക്കെ ശൗലിനെ കുറിച്ചുള്ള, ശൗലിന്റെ മാനസാന്തരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉള്ള ഒരു ഒരുക്കം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ വീണ്ടും പത്രോസിനെ ഇവിടെ ലൂക്കോസ് കൊണ്ടുവരികയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 9-ന്റെ 32 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കാം. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസെ, യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്ന അവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസ്, എഴുത്തുകാരനായ ലൂക്കോസ് പത്രോസിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പത്രോസിനെ വീണ്ടും കൊണ്ടുവരുമ്പോൾ പത്രോസ് ഒരു സഞ്ചാര മിഷണറി ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും. അപ്പോൾ പലയിടങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ച്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്രോസ് ഇതിനു മുമ്പേ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായത്തിൽ യെരുശലേമിലെ സഭയ്ക്ക് വലിയ പീഡയുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്നാൽ അപ്പോസ്തലന്മാർ ഒഴികെ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ എല്ലാം അവിടെ തന്നെ ധൈര്യത്തോടെ യെരുശലേമിൽ തന്നെ സ്ഥിതി ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവിടെ തന്നെ പാർത്തു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ പീഡയുണ്ടായ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം അവിടുന്ന് ചിതറിപ്പോകാനിടയായി. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവസഭയ്ക്ക് സമാധാനം ഉണ്ടായതിനു ശേഷം ഇവിടെ വീണ്ടും പത്രോസ് എന്ത് ചെയ്യുകയാണ്? പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇതെല്ലാം ഇസ്രായേൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും എന്ന് പറഞ്ഞാൽ ദൈവജനം, ചില സഭകൾ കൂടെ അല്ലെങ്കിൽ ദൈവജനം കൂടി വരുന്ന ഇടത്തും താൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണും. 2 നിലയിലാണ്. 1, സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പത്രോസ് പോയി. 2, ദൈവസഭകളിൽ അല്ലെങ്കിൽ ദൈവജനം കൂടുന്ന ഇടത്തും കടന്നുപോയി ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുന്ന ഒരനുഭവമായിട്ടും ഇത് രണ്ടും പത്രോസിൻ്റെ ശുശ്രൂഷയായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ലുദ്ദ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ 2 സംഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സൗഖ്യമില്ലാതിരിക്കുന്ന, പക്ഷവാതം പിടിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് സൗഖ്യം നൽകുന്ന കാഴ്ചയാണെങ്കിൽ 36 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു ശിഷ്യ, തബീത്ത എന്ന് പേരുള്ള ഒരു ശിഷ്യ, അവൾ മരിച്ചുപോയി. ആ മരിച്ച ആളിനെ പത്രോസ് ഉയർപ്പിക്കുന്ന 2 ഇൻസിഡൻ്റാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം സൗഖ്യം 2-3 പ്രധാന സംഭവങ്ങൾ പത്രോസുമായിട്ട് ബന്ധപ്പെടുത്തി ഈ 3 അധ്യായങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ഈ പത്രോസിൻ്റെ പിന്നീടുള്ള ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പത്രോസിനെ അധികം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നില്ല. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ്. 1, ഒരു സൗഖ്യവും ഒരു ഉയർത്തെഴുന്നേൽപ്പുമാണ്. 2, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസാന്തരത്തിനായി പത്രോസിനെ ദൈവം ഉപയോഗിക്കുന്നു, അതിനുവേണ്ടി ഒരുക്കി, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് 10-ാം അധ്യായം. 3-ാമതായി നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നത് അധികാരികൾ പത്രോസിനെയും പിടിച്ചെന്ത് ചെയ്യുന്നു? തടവിലാക്കുന്നു. ആ തടവിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ച വിധം,
ഹെരോദാവിൻ്റെ ഹിതത്തിന് വിരോധമായി, അല്ലെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ദൈവം അത്ഭുതകരമായ ആ തടവറയിൽ നിന്ന് പത്രോസിനെ വിടുവിക്കുന്ന സാക്ഷ്യം ചേർത്താണ് ലൂക്കോസ് ഈ 3 അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അതിലൊന്നാമത്തെ സംഭവം ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞു, ഒരു സൗഖ്യവും ഒരു ഉയർത്തെഴുന്നേൽപ്പുമാണ്. അപ്പോൾ ലൂക്കോസ് നമുക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ, അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്തു തുടങ്ങിയതും തൻ്റെ ശിഷ്യന്മാരിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതുമായ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തൻ്റെ ശിഷ്യന്മാരിലൂടെ കർത്താവ് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയും കൂടെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, പല വിധത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് ദൈവസഭ എന്ത് ചെയ്യുകയാണ്? അതെ, ദൈവം കർത്താവ് വരെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അവർ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ഞാൻ പറഞ്ഞു, ഡിസീസ് ആൻഡ് ഡെത്ത്, അല്ലെങ്കിൽ രോഗവും മരണവും. എല്ലാ കാലത്തും മനുഷ്യനെ ഗ്രസിക്കുന്ന ഒരു പ്രശ്നമാണ് രോഗം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ മരണം, രോഗം, മരണം, ഇതെല്ലാം മനുഷ്യനെ എല്ലാ കാലത്തും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗ്രസിക്കുന്ന വിപത്തുകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ദൈവിക സൗഖ്യത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ജീവൻ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഈ തബീത്ത എന്ന് പറയുന്ന ആ ശിഷ്യയെ പത്രോസ് യേശുവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ദൈവിക സൗഖ്യവും ദൈവിക ഉയർത്തെഴുന്നേൽപ്പുമെല്ലാം ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ശരിയായ സാക്ഷ്യം കൂടെയാണ്. കർത്താവ് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? മരണത്തിൽ നിന്ന്, അതേ രോഗത്തിൽ നിന്ന് ഒക്കെ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അത് സൂചിപ്പിക്കുന്ന ആത്യന്തികമായ സത്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ അവൻ്റെ പാപ അവസ്ഥയിൽ നിന്ന്, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരനുഭവം എന്ന് പറയുന്നത് അവൻ പാപത്തിൽ മരിച്ചവനായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ശാരീരിക രോഗത്തെക്കാളൊക്കെ ഉപരിയായി ഒരു മനുഷ്യനെ നാം മനസ്സിലാക്കുമ്പോൾ അവൻ പാപത്തിൽ മരിച്ചു കിടക്കുന്നവനാണ്. അതിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പദ്ധതിയെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് വാസ്തവത്തിൽ ഈ സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ഉയർപ്പിൻ്റെ ശക്തി മനുഷ്യനെ ഏത് പരിതാപ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ ദൈവിക രക്ഷയുടെ ഭാഗമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് ഈ രോഗസൗഖ്യവും ഉയർപ്പും എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പേരുള്ളൊരു മനുഷ്യനെ കണ്ടു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശുശ്രൂഷകാലത്ത്, പരസ്യ ശുശ്രൂഷകാലത്ത് കർത്താവ് സൗഖ്യമാക്കിയ വിധവും പത്രോസ് ഇവിടെ ഈ മനുഷ്യനെ ദൈവിക സൗഖ്യത്തിലേക്ക് നയിക്കുന്ന വിധവും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷമായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഈ ഐനയാസിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 2-3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യൻ കർത്താവ് സൗഖ്യമാക്കിയ വിധവുമായി വളരെ സാമ്യമുള്ള, നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ ഭേദഭാവം നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അല്ലെങ്കിൽ 11 മുതൽ ഉള്ള വാക്യം ഒന്ന് വായിച്ചാൽ മതി. നോക്കുക, ഇത് കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ വിധത്തെ കുറിച്ചാണ്. ഇതേ രീതിയിലാണ് പത്രോസ് ഇവനോട് 34-ാം വാക്യം, പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന്. നോക്കുക, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ തന്നെയാണ് പത്രോസും ഇവിടെ ചെയ്യുന്നത്. ഉടനെ അവൻ എഴുന്നേറ്റു. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ 2-3 പ്രധാന കാര്യങ്ങൾ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
അടുത്ത ഭാഗം കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. രണ്ടാമത് നടന്നത്, ഇവിടെ 8 സംവത്സരമായി കിടപ്പിലായിരുന്നൊരു മനുഷ്യൻ സൗഖ്യമായി. പത്രോസ് യേശു എങ്ങനെയാണോ ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയത്, അതേ നിലയിൽ തന്നെ ഈ പത്രോസും ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ സൗഖ്യം നൽകുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നത്, കർത്താവ് യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സംഭവം നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഇവിടെയും തബീഥ എന്ന് പറയുന്ന ഒരു ശിഷ്യയെ പത്രോസ് മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരികയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം, 36-ാം വാക്യം മുതൽ. യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീഥ എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളികമുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലേക്ക് വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കലേക്ക് അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീഥ തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുൻപിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ച്, പിന്നെ അവൻ മതി അപ്പൊ പലരും കർത്താവിൽ വിശ്വസിച്ചു. അപ്പൊ ഇതേ ഭാഗം തന്നെ കർത്താവ് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളൂടെ 5:40 മുതലുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. മർക്കോസ് 5:40 മുതൽ ചില വാക്യങ്ങൾ. അവൻ എല്ലാവരെയും പുറത്താക്കി. ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു പക്ഷേ വളരെ ശബ്ദം ഉയർത്തി അവര് വിലപിക്കുന്നുണ്ടാകാം. എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത്ത കൂമി എന്ന് അവളോട് പറഞ്ഞു. അരാമിയ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. തലീത്ത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. അപ്പൊ നോക്കുക, കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയോട് വളരെ സാമ്യമുള്ള, പത്രോസിന്റെ ജീവിതത്തിലും പത്രോസിനും കൂടെ ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തിയും അതേ നിലയിൽ തന്നെ നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങളിൽ അവര് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന വചനം ജനം കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ആ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുന്നതിന് ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും അവരിൽ കൂടെ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തെ ഉറപ്പിക്കുവാനായിട്ട് അത് ചെയ്യുമ്പോൾ ജനം എന്ത് ചെയ്യുന്നു? അവർ കർത്താവിങ്കൽ വിശ്വസിച്ച് കടന്നു വരുന്നതായിട്ട് കാണുവാൻ. ഈ 3 അനുഭവങ്ങൾ അത് കർത്താവിന്റെ ശുശ്രൂഷയിലും ഇതുപോലെ തന്നെ പത്രോസിന്റെ ശുശ്രൂഷയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 2 എഴുതിയിരിക്കുന്നത്, ഇത് കണ്ടവർ കർത്താവിങ്കിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഇത് കണ്ടവർ എന്ത് ചെയ്യുന്നു? എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, ഒന്ന് ലുദ്ദയിലും യോപ്പയിലും നടക്കുന്നത്. യുദ്ധ ലോപ്പ എന്നൊക്കെ പറയുന്നത്, യോപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രായേലിലെ തീരപ്രദേശങ്ങൾ, ഏകദേശം 10-30 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 നഗരങ്ങളാണ്. ഈ 2 നഗരങ്ങളിൽ നടക്കുന്ന 2 സംഭവമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ യോപ്പയിൽ ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ കാണുന്നു, ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് അതേ ശിഷ്യന്മാർ കേട്ടിട്ട് അവനെ വരുത്തുന്നു. അങ്ങനെ വന്ന് പത്രോസ് അവരോടുകൂടെ ചെന്ന് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ തബീഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വേദഭാഗം വായിക്കുമ്പോൾ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ യായിറോസിന്റെ മകളെക്കുറിച്ച് അവർ കർത്താവ് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 5:40 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 5:40. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന്
എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് ആ അർത്ഥത്തോടെ തലീത്ത ഭൂമി എന്ന് അവളോട് പറഞ്ഞു. ആ ബാല ഉടനെ എഴുന്നേറ്റ് ആ അവൾക്ക് 12 വയസ്സായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 35 മുതൽ വായിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെയും ഇനി അസഹ്യപ്പെടുത്തരുതെന്ന് എന്തിന് എന്ന് പറഞ്ഞു. ആ അടുത്ത വാക്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ ആ ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആ പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. ആ പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. ആ അകത്തു കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നു? നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? ആ കുട്ടി മരിച്ചിട്ടില്ല. ഒരു ദൈവിക സൗഖ്യത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. കുട്ടി മരിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു ഉറങ്ങുന്നതത്രേ. വാസ്തവത്തില് നമുക്കറിയാം ആ കുട്ടി മരിച്ചു അല്ലേ? അക്ഷരാർത്ഥത്തിൽ കുട്ടി മരിച്ചതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ട്. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നു അത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. എന്തുകൊണ്ടാണ് പരിഹസിക്കാൻ കാരണം? അവർക്കറിയാം കുറച്ച് സമയമായിട്ട് ഈ കുഞ്ഞ് മരിച്ച് അവരെല്ലാം വിലപിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് എന്നിട്ട് പറയാണ് കുട്ടി മരിച്ചിട്ടില്ല. അവിടെ ഒരു പക്ഷേ നമുക്ക് തോന്നാം, എന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞ, കർത്താവ് കള്ളം പറഞ്ഞാണോ? അതിനെക്കുറിച്ചൊരു വേദചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ സംബന്ധിച്ച്, കർത്താവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് മരണവും ഒരു ഉറക്കം പോലെയാണെന്ന്. അതിനൊരു വ്യാഖ്യാനം ഒരു ദൈവഭക്തൻ കൊടുത്തത്, വിശ്വസിക്കുന്നവർക്ക് മരണവും ഒരു ഉറക്കം പോലെയുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള വിശ്വാസത്താൽ അതെ ആ അത്ഭുതം അവിടെ സംഭവിക്കുന്നു. ഇത് തന്നെയാണ് പത്രോസിന്റെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും വളരെ ആൾക്കാർ കരഞ്ഞും വിലപിച്ചും ഒക്കെ വന്നു. പക്ഷെ അവിടെയും പത്രോസ് അവരെയെല്ലാം എന്ത് ചെയ്യുകയാണ്? പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവർമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെയുള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ, ഉടുപ്പുകൾ കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. എന്നാൽ പത്രോസ് അവരെയൊക്കെയും, 40-ാം വാക്യം 9:40, പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. എന്താണ് പത്രോസ് പ്രാർത്ഥിച്ചതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പത്രോസ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ അവിടെ സൗഖ്യത്തിന് വേണ്ടി അല്ല ഉയർപ്പിന് വേണ്ടി ആയിരിക്കാം. പത്രോസ് അവിടെ മുട്ടുകുത്തി മറ്റുള്ളവരെയെല്ലാം പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീത്തയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു, എഴുന്നേറ്റിരുന്നു. അപ്പൊ ഈ രണ്ട് ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കരഞ്ഞു വിലപിക്കുന്ന ധാരാളം ആളുകൾ, അവർക്ക് ജീവനോടിരുന്നപ്പോൾ പാവങ്ങളായിരിക്കണം, അവർക്കൊക്കെ ഈ തബീത വസ്ത്രം നെയ്തു കൊടുക്കുമായിരുന്നു. കുപ്പായവും ഉടുപ്പും ഒക്കെ നെയ്തു കൊടുക്കുന്ന തബീതയെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളുടെ മരണത്തിൽ അവരെല്ലാം വളരെ വിലപിച്ചു. ഈ വ്യക്തിയോട് അവർക്കെല്ലാം സഹതാപം. യായിറോസിന്റെ മകൾ 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്. നിശ്ചയമായിട്ടും അവർക്കെല്ലാം വളരെ വേദനയുണ്ട്. മനുഷ്യരെല്ലാം ഇതുപോലെയാണ്. മറ്റുള്ളവരോട് നമ്മൾ സഹതാപമൊക്കെ കാണിക്കും. എന്നാൽ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തെ മനുഷ്യന് സഹായം ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ അവിടെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിന്റെ പ്രസക്തി എന്നാണ്. കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇന്നും അതിന് ഫലമുണ്ടെന്നുള്ളതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന അനേക മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. ഈ പറയുന്നത് പോലെ അതെ, പാപത്തിൽ മരിച്ച മനുഷ്യരുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ കുഴയുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കേവലം സഹതാപമല്ല, യേശുവിലുള്ള വിശ്വാസത്താൽ ഇന്നും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിത അനുഭവമാണ്. ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മാറ്റുവാനൊക്കെ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യേ ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഈ പത്രോസിലൂടെ ദൈവം എന്ത് ചെയ്യുകയാണ്? തൻ്റെ ശുശ്രൂഷകൾ, അതായത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ, അല്ലെങ്കിൽ ദൈവസഭയുടെ ആരംഭത്തിൽ തുടങ്ങിയതായ പ്രവൃത്തികൾ പത്രോസിലൂടെ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണും. ഈ രണ്ട് സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ, ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് സംഭവം, ഒന്ന് ഐനയാസിന് 8 വർഷമായി അത് പക്ഷപാതം പിടിച്ച ഈ മനുഷ്യന്റെ അവനെ നടക്കുമാറാക്കിയ ആ സംഭവം, തബീത്തയുടെ ഉയർപ്പും, ഈ രണ്ട് സംഭവങ്ങളുടെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ 4 പ്രധാന കാര്യങ്ങൾ
മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ സംഭവമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ കാണുന്നത്. ആരംഭത്തിലെ ഞാൻ പറഞ്ഞു, ഇത് കർത്താവ് കാണിച്ച ആ പ്രവൃത്തിയുടെ ഒരു മാതൃകയായി തന്നെയാണ് പത്രോസിലൂടെയും ദൈവം തന്നെ പ്രവൃത്തി ചെയ്യുന്നത്. തികച്ചും ഏകദേശം വളരെ സാമ്യം ഈ 2 കാര്യങ്ങൾക്കുമുണ്ട്. അവിടെ ഉപയോഗിച്ച വാക്കുകൾക്ക് പോലും സാമ്യമുണ്ടെന്ന് നമ്മളതിൻ്റെ പദങ്ങൾ വിശകലമായി പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടും കർത്താവ് കാണിച്ച അതേ മാതൃകയിൽ തന്നെയാണ് ഇവിടെ പത്രോസ് ചെയ്തിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഇവിടെ രണ്ടിടത്തും പത്രോസ് തൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, എടുത്തു പറയുന്നൊരു കാര്യം അവിടെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. 34-ാം വാക്യം നോക്കിയാട്ടെ. പത്രോസ് അവനോട്, ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. നോക്കുക, അപ്പോൾ അവിടെ വളരെ വ്യക്തമാക്കുന്നൊരു കാര്യം കർത്താവിൻ്റെ ശക്തിയാണ്, യേശുവിൻ്റെ ശക്തിയാലാണ് സൗഖ്യം നൽകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 40-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവരെയൊക്കെ പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു ദൈവിക സോഴ്സ് അല്ലെങ്കിൽ ദൈവിക ശക്തിയാണ് അതെ പത്രോസിനെ അതിനായിട്ട് സഹായിച്ചത് എന്ന് കാണുക. കേവലം മാനുഷികമായ എന്തെങ്കിലും കഴിവോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ്, കർത്താവിൻ്റെ നാമത്തിലാണ് സൗഖ്യം നൽകിയതെന്ന് 2 ഭാഗത്തു നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഞാൻ പറഞ്ഞു, ഈ 2 അനുഭവങ്ങളും അക്ഷരികമായുള്ളൊരു സൗഖ്യവും ഒരു ഉയർപ്പും എന്നുള്ളതിനേക്കാൾ ഉപരി, നമുക്കറിയാം തബീത്ത എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഭൂമിയിലില്ല. ഒരുപക്ഷെ യേശു അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിൽ ഒരു കാലഘട്ടം ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഉയർപ്പായിരുന്നു, എന്നേക്കുമായിട്ടുള്ളൊരു ഉയർപ്പല്ല. കുറേ കഴിഞ്ഞ് തബീത്തയും മരിച്ചുപോയി. എന്നാൽ നമുക്കവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് ഈ 2 അനുഭവങ്ങളും, ആ സൗഖ്യം പ്രാപിച്ച ഐനിയോസ് ഇന്ന് ഭൂമിയിലില്ല. എൻ്റെ അർത്ഥം ആ സൗഖ്യവും ആ ഉയർപ്പുമൊക്കെ ഈ ലോകത്തിലെ കേവല അനുഭവങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ താൽക്കാലികമായി ദൈവം നൽകിയ ഒരു വിടുതലാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ഈ 2 സംഭവങ്ങൾ വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ഇന്നും ആമേൻ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ലഭ്യമാണെന്നുള്ളതിൻ്റെ ഒരു ശരിയായ ചിത്രമാണ് വാസ്തവത്തിൽ പത്രോസ് അതിലൂടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ലൂക്കോസ് അതിൽ കൂടെ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതിനുവേണ്ടിയുള്ളൊരു അടയാളമായിട്ടാണ് അത് കാണുന്നത്. 4-ാമത്തെ ആ പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒന്നുകൂടെ ക്ലിയറാണ്. ഈ 2 അത്ഭുതങ്ങളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. 35-ാം വാക്യം വായിച്ചാട്ടെ. ഒരാൾ 35-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ വ്യക്തിയെ കണ്ട്, ആരെ കണ്ടിട്ട്? ഐനിയാസിനെ കണ്ടിട്ട്. 8 വർഷമായി പക്ഷവാതം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ സൗഖ്യമായിരിക്കുന്നു. അവനെ കണ്ടിട്ട് അവൻ്റെ കൂടെ കൂടിയെന്നല്ല, പിന്നെ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. നോക്കുക, അപ്പോൾ അവിടെ ആ അത്ഭുതം കർത്താവിങ്കിലേക്ക് അനേകരെ തിരിക്കാൻ കാരണമായി. ആത്യന്തികമായി കർത്താവിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുവാനിടയായി. 42-ാം വാക്യം ഇവിടെ വായിച്ചോ. 42-ാം വാക്യം. പലരും കർത്താവിൽ വിശ്വസിച്ചു. പത്രോസിൽ വിശ്വസിച്ചെന്നല്ല, പിന്നെ കർത്താവിൽ വിശ്വസിച്ചു. ഇതാണ് അത്ഭുതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതായിരിക്കണം കർത്താവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അനേകർ കർത്താവിങ്കിലേക്ക് വരാൻ കാരണമായി, അനേകർ കർത്താവിങ്കിലേക്ക് തിരിയുവാൻ അത് ഈ 2 ഭാഗത്തും അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ വചനം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നമ്മൾ അടിവരയിടേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ മഹത്വം ആർക്കുള്ളതാണ്? കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനുള്ളതായിരിക്കണം. അത് മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതും നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന കർത്താവിങ്കിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് അത് വളരെ സഹായകരവുമായിരിക്കണം. അപ്പോൾ ഈ 2 അനുഭവങ്ങളും നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ 3 പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അതിൽ ഒന്നാമതായി ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പക്ഷപാതക്കാരനുള്ള സൗഖ്യവും മരിച്ച തബീത്തയുടെ ഉയർപ്പും. രണ്ടാമതായി നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും പത്രോസിനെ ദൈവം അടുത്ത ദൗത്യത്തിനായിട്ട് ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ ചരിത്രം പിന്നെ തുടരുകയാണ്. 43-ാം വാക്യം ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോട് കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. മുമ്പ് നമ്മൾ ഈ ഭാഗം വായിച്ചു തുടങ്ങിയത് പത്രോസ് നമ്മൾ വായിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്? 32-ാം വാക്യം, എല്ലായിടവും സഞ്ചരിക്കുകയിൽ. അപ്പോൾ ഒരു സമയത്ത് പത്രോസ് ഇങ്ങനെ സഞ്ചരിച്ച് കർത്താവിനെ സാക്ഷിക്കുകയും ദൈവജനത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവജനം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പത്രോസിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ അധ്യായത്തിന്റെ ഒടുവിൽ വരുമ്പോൾ ലൂക്കോസ് പറയുകയാണ്, കുറേ സമയത്തേക്ക് പത്രോസിനെ ദൈവം ഒരു ഭവനത്തിലാക്കിയെന്ന് പറയുന്നതാണ് ശരിയില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ ചില സന്ദർഭങ്ങൾ ദൈവം നമുക്ക് ഒരുക്കുന്നൊക്കെ നമ്മൾ പറയുന്നത് സത്യമാണ്. ഇവിടെ നോക്കുക, പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ അവിടെ അങ്ങ് എന്നുകൊണ്ട് പാർത്തു. അപ്പം നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കുറച്ച് മുമ്പ് കണ്ടത് ഇങ്ങനെ സഞ്ചരിക്കുന്ന പത്രോസിനെ ആണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, തോൽക്കൊല്ലനായൊരു മനുഷ്യൻ്റെ, ശീമോൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കുറേ നാൾ ആരങ്ങ് പാർത്തു. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവിക ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ ഈ ദൈവവചന പഠനം നമ്മെ സഹായിക്കും. അത് വായിച്ചു പോകുമ്പോൾ ഒരു കേവല ചരിത്രമായി മാത്രം തോന്നുമെങ്കിലും നമ്മൾ ഈ പഠിച്ചു വരുന്ന ദൈവവചനത്തോട് ചേർത്ത് ഇത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ ആ സമയം പത്രോസിനെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു, ഒരുക്കുകയായിരുന്നു എന്നുള്ളത് 10-ാം അധ്യായത്തിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു ഇതെന്നുള്ളതിനൊരു തെളിവാണ് തോൽക്കൊല്ലനായ ശിമോൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ തോൽക്കൊല്ലനായ ശിമോൻ എന്ന് പറയാൻ കാരണം ലെതർ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ തോല് ഉറയിലിടുന്ന ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ, അതാണ് ശിമോൻ. ഈ ജോലി സാധാരണ യഹൂദന്മാരാരും ചെയ്യുന്ന ജോലിയല്ല, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് നിഷിദ്ധമായൊരു ജോലിയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ചത്ത മൃഗത്തെ തൊടുന്നത് പോലും അവർക്ക് നിഷിദ്ധമാണ്. അവർ അശുദ്ധരായിത്തീരും. നമുക്ക് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണ ഒരു യഹൂദനെ സംബന്ധിച്ച് നിഷിദ്ധമായൊരു ജോലിയാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് ആരെ കൊണ്ടുപോകാ ദൈവം? പത്രോസിനെ പെയ്യെ ദൈവം കൊണ്ടുപോയി എന്ന് പറയുന്നതാണല്ലോ ശരി. ദൈവം പെയ്യെ പത്രോസിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ നാൾ താമസിക്കാനുള്ളൊരു സാഹചര്യം ആരൊരുക്കുന്നു? ദൈവം ഒരുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതാണ് വാസ്തവത്തിൽ ഇത് ലൂക്കോസ് പറയുമ്പോൾ വളരെ മനഃപൂർവ്വമായിട്ടത് പറഞ്ഞത്. അതിൻ്റെ കാരണം 10-ാം അധ്യായത്തിൽ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട്, 10-ാം അധ്യായം നമുക്കറിയാം കൊർന്നല്യോസിൻ്റെ മാനസാന്തരമാണ്. കൊർന്നല്യോസിൻ്റെ മാനസാന്തരം എന്നാണ് ദൈവസഭയുടെ ചരിത്രത്തിലുള്ള പ്രാധാന്യം. എന്താണ്? ജാതികളിൽ നിന്ന് ആദ്യമായി ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് യഹൂദനോടൊപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ കർത്താവിനെ കൈക്കൊള്ളുന്നവർ, ക്രിസ്തുവിൽ അവർ ഒന്നാണെന്നുള്ള സത്യം വെളിവാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ വേർതിരിവില്ലാത്ത ദൈവിക സ്നേഹത്തിൻ്റെ തെളിവാണ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആ ഒരു വലിയ സംഭവത്തിന് ഒരു ഏജന്റായിട്ട് പത്രോസിനെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ അതിനു മുമ്പ് ചില ഒരുക്കം ആവശ്യമാണ്. പത്രോസിന് നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ തികച്ചും യാഥാസ്ഥികനായി അങ്ങനെ വസിക്കുന്ന പത്രോസിനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ അതിലേക്കുള്ളൊരു ഒരുക്കമായിരുന്നു ഈ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിലെ കുറേ ദിവസത്തെ താമസം. അപ്പോൾ അങ്ങനെ ദൈവം അവനെ ഒരുക്കുകയാണ്. നിഷിദ്ധമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ പോയി പത്രോസ് കുറേ നാൾ അവിടെ അങ്ങ് താമസിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശിമോൻ എന്ന ഒരുത്തനോടുകൂടെ എത്രയാണെന്ന് പറഞ്ഞില്ല, വളരെ നാൾ യോപ്പയിൽ അങ്ങ് പാർത്തു. യോപ്പയിൽ പാർത്തു. ഒരുക്കം ദൈവം ശിമോന് നൽകുകയായിരുന്നു. 10-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ ചിന്തിക്കുവാൻ സമയമുണ്ടല്ലോ, ചിന്തിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. ഈ 10-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, 10-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൈവസഭയ്ക്ക് ഉപദ്രവകാരിയായിരുന്ന ശൗലിൻ്റെ മാനസാന്തരമായിരുന്നെങ്കിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളിൽ നിന്ന് ആദ്യമായി ക്രിസ്തുവിലേക്ക് വന്ന കൊർന്നല്യോസിൻ്റെ അനുഭവത്തെയാണ് വിവരിച്ചിരിക്കുന്നത്. ഏതൊരു ജാതിയിലും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നിത്യജീവനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കാം, നമുക്ക് 10-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. 10-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോടെ പ്രാർത്ഥിച്ചു പോന്നു.
അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ 10-ാം അധ്യായത്തില് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ലൂക്കോസ് പരിചയപ്പെടുത്തി തരികയാണ്. കൈസരിയ. നമ്മളിപ്പോൾ 2-3 സ്ഥലങ്ങൾ വായിച്ചു. ഇതെല്ലാം തീരപ്രദേശങ്ങളാണ്. ഒന്ന് ലുദ്ദ എന്ന് പറയുന്നൊരു സ്ഥലം, അതിന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ മാറിയാണ് യോപ്പ എന്ന് പറയുന്ന തീരം. യോപ്പ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രധാന തുറമുഖ നഗരം കൂടെയാണ്. യോപ്പയിൽ നിന്നും ഏകദേശം ഒരു 10-30 കിലോമീറ്റർ മാറിയാണ് ഈ കൈസരിയ എന്ന് പറയുന്ന പട്ടണം. ഇത് തമ്മിൽ അങ്ങനെയുള്ള ഡിഫറൻസ് ആണുള്ളത്. കൈസരിയ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട അഗസ്റ്റസ് കൈസറിൻ്റെ പേരിൽ അറിയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു. അങ്ങനെയാണ് കൈസരിയ എന്ന പേര് വന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ ഒരു സൈനിക പോസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു അന്ന് കൈസരിയ എന്ന് പറയുന്നത്. അവിടെ ഇത്താലിക എന്ന പട്ടാളത്തിൽ, ഇത്താലിക എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു സ്വതന്ത്രമായ ഒരു ആർമി യൂണിറ്റ് എന്നുള്ള നിലയിൽ നമ്മളതിനെ മനസ്സിലാക്കുക. അതിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു. ഈ 10-ാം അധ്യായത്തെക്കുറിച്ചുള്ള 1-2 ചിന്തകൾ ആമുഖമായി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ 10-ാം അധ്യായം വാസ്തവത്തിൽ 12-ാം അധ്യായത്തിന് ശേഷം വരേണ്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഹെരോദ രാജാവ് അന്ന് ഭരിക്കുന്ന കാലമാണ്. രാജാവായ ഹെരോദാവ് ഈ യഹൂദിയ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ക്യാപിറ്റൽ സ്ഥലം കൂടെയാണ് ഈ കൈസരിയ. അവിടെ ഞാൻ പറഞ്ഞു ഒരു ആർമി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ കൈസരിയയിൽ എങ്ങനെയാണ് കൊർന്നല്യോസ് വന്നു പെട്ടതിനെ ചൊല്ലി ഒരു ചിന്ത, അല്ലെങ്കിൽ ചില വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഹെരോദാവിൻ്റെ മരണം നമ്മളതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കാണുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിടുന്നു. ഹെരോദാവിൻ്റെ മരണമാണ് 12-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മരണത്തോടുകൂടെ ജനത്തിൻ്റെ ഇടയിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരുന്നു. തൽഫലമായിട്ടാണ് ഒരു പ്രത്യേക പട്ടാള യൂണിറ്റ് ഈ കൈസരിയയിൽ വരാൻ കാരണമായതെന്നും അതിൻ്റെ തലവനായിട്ടാണ് കൊർന്നല്യോസ് അവിടെ എത്തിയതെന്നും ഒരു ചിന്തയുണ്ട്. അങ്ങനെ ചില വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ കൊർന്നല്യോസ് കൈസരിയയിൽ വന്നു, അവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു ചിന്ത പറയുന്നത്, കൈസരിയയിൽ ഈ കൊർന്നല്യോസ് കുടുംബമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് 10-ാം അധ്യായം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും. അങ്ങനെ കുടുംബമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായതിൻ്റെ കാരണം ഒരുപക്ഷെ അദ്ദേഹം റിട്ടയർഡ് ആയിരുന്നു എന്ന് പറയുന്നു. റിട്ടയർഡ് ലൈഫ് നയിക്കാനായിട്ട് വന്ന് ഈ കൈസരിയ തിരഞ്ഞെടുത്ത് അവിടെ ആയിരിക്കാം എന്നും പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു, ഒരു സെഞ്ചൂറിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാപ്റ്റനായിട്ട് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ. അവൻ ഭക്തനായിരുന്നു. തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊർന്നല്യോസ് അതൊരു ക്രിസ്ത്യാനിയല്ല, കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവുമായൊരു ബന്ധത്തിൽ വന്നിട്ടില്ല, ദൈവഭക്തൻ എന്ന് ആ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. അന്ന് യഹൂദന്മാരുടെ പള്ളി, സിനഗോഗ്, ആ സിനഗോഗിൽ പോകുവാൻ ഇഷ്ടപ്പെടുന്നവരന്ന് പോകും. യഹൂദന്മാരുടെ ജീവിത രീതി കണ്ടിട്ടും അവർ സേവിക്കുന്ന ദൈവത്തെ പിൻപറ്റണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, അല്ലെങ്കിൽ സത്യ അന്വേഷകരായി യഹൂദന്മാരുടെ ജീവിത രീതിയെ പിൻപറ്റുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ യഹൂദ മതം സ്വീകരിച്ച് പൂർണ്ണമായി മാറാം. അവരെ അങ്ങനെ യഹൂദ മത അനുസാരികളായിട്ട് അവരെ സ്വീകരിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഈ കൊർന്നല്യോസ് അങ്ങനെ പൂർണ്ണമായിട്ടൊരു യഹൂദനായി മാറിയതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ആ പദം ഉപയോഗിച്ച് അവൻ ഭക്തനും തൻ്റെ സകല ഹൃദയത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. അപ്പോൾ ഒരു ജനറൽ ടേബിൾ അത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ അദ്ദേഹം ഒരു ദൈവവിശ്വാസി എന്നൊരു ആശയത്തിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ ഒരു ആശയത്തിലല്ല. യഹൂദൻ്റെ ജീവിത രീതി വളരെ ഇഷ്ടപ്പെട്ട് സിനഗോഗിൽ പോയി നല്ല മത പ്രഭാഷണങ്ങളും അവരുടെ ജീവിത രീതിയൊക്കെ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. പൂർണ്ണമായ യഹൂദനായി മാറിയ ഒരു വ്യക്തിയല്ലായിരുന്നു കൊർന്നല്യോസ്. എന്നാൽ ആ ജീവിത രീതിയുമായിട്ടൊക്കെ നമുക്കറിയാം നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. എല്ലാ മതവും ഇഷ്ടപ്പെടുന്നവരും എല്ലാ നല്ല കാര്യങ്ങളും ഏത് മതത്തിൽ നിന്നൊക്കെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മനുഷ്യർ എന്ന് പറഞ്ഞതുപോലെ ഒരു ഭക്തനായിട്ട് ഒരു സത്യാന്വേഷണ ചിന്തകരായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ വളരെ ധർമ്മം കൊടുക്കുന്ന, നമുക്കറിയാം എല്ലാ മതങ്ങളും മറ്റുള്ളവരെ സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന നല്ല ഉപദേശങ്ങൾ നമുക്ക് എല്ലായിടങ്ങളിലും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. ഇതൊക്കെ കോമൺ ആയിട്ട് ദൈവഭക്തിയോട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത്
ഒരു ദർശനത്തിൽ ഒരു ദൈവം. അപ്പോൾ ദൈവികമായ ഒരു പ്രത്യേക ഇടപെടൽ ഈ കൊർന്നല്യോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമ്മൾ ഈ 10-ാം അധ്യായം പഠിക്കുമ്പോഴും 9-ാം അധ്യായം പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവം അതേ മനുഷ്യരെ സ്നേഹിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? ചിലരെ തൻ്റെ പദ്ധതിക്കായിട്ട് ഒരുക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന നേരത്തോ വിചാരിക്കുന്ന സമയത്തോ ആകണമെന്നില്ല. ദൈവം ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ഈ 9-ാം അധ്യായത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ വാക്യം, നമ്മളതിന് 34-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. വളരെ കൊച്ചിലെ തന്നെ കാണാതെ പഠിച്ചൊരു വാക്യമാണ് 9-ാം അധ്യായം 34-ാം വാക്യം. ഇതാണ് ഒരു പക്ഷേ ആ അധ്യായത്തിൻ്റെ തന്നെ ഒരു സന്ദേശം അതാണ്. അതൊന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. 9:34. ആ 10:34, 10:30, സോറി. അപ്പോൾ പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ കൊർന്നല്യോസിന്റെ സംഭവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ ആ വാക്യം നമുക്കൊന്ന് പറയാമോ? ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. ഏത് ജാതിയെന്നോ ഏത് വീട്ടിൽ പിറന്നവനെന്നോ ഏത് കുലത്തിലായിരിക്കുന്നൊന്നും ദൈവത്തിന് മുഖപക്ഷമില്ല. പിന്നെന്താണ്? ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. നോക്കുക, ദൈവത്തിന് മുഖപക്ഷമില്ല ഏത് ജാതിയിലും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ, ഒരുപക്ഷെ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദൻ അവൻ സ്വന്തമായി ദൈവം അവനെ തിരഞ്ഞെടുത്തു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവം എന്തിനാണ് യഹൂദനെ തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത്? ആ എലക്ഷൻ എന്തുകൊണ്ടുണ്ടായി? വാസ്തവത്തിൽ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തത് മറ്റുള്ളവർ അവരെ കണ്ടിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് വരുവാൻ വേണ്ടി. അതായിരുന്നു ദൈവത്തിൻ്റെ പർപ്പസ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തപ്പോൾ മറ്റുള്ളവരെയെല്ലാം ഉപേക്ഷിച്ചത് കൊണ്ടല്ല. അവരിൽ നിന്ന് സകല ജാതികളിൽ നിന്ന് ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? അവരെ ഒരു മാതൃകയായി നിർത്തിക്കൊണ്ട് അവർ സേവിക്കുന്ന ദൈവത്തെ, അവരുടെ ജീവിത രീതികളെ കണ്ട് ജനം എന്ത് ചെയ്യണം? സത്യദൈവത്തിലേക്ക് വരണം. ചിലർ ചോദിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിച്ചത്? ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജാതിയെ മാത്രം തിരഞ്ഞെടുത്തത്? വാസ്തവ ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജാതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം അവരിൽ കൂടെ സാക്ഷാൽ ഇസ്രായേലിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ഒരു മാതൃകയായിട്ട് അവരെ നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ അതിനെ തിരുത്തി. ഇസ്രായേൽ എന്ത് ചെയ്തു? അത് കേവലം ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു ഫേവറിറ്റിസമായി അവരതിനെ വ്യാഖ്യാനിച്ചു. ഞങ്ങളോടുള്ളൊരു പ്രീതിയായി മാറി. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് അവരതിനെ കൊണ്ടുപോയി. അത് തികച്ചും അവരുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി. ഞങ്ങളോടെന്തോ പ്രത്യേകത ഉണ്ടായിട്ടെന്നുള്ളൊരു ചിന്ത, ആ എലക്ഷൻ എന്നുള്ള ദൈവിക തിരഞ്ഞെടുപ്പെന്നുള്ള ചിന്ത വിട്ട് കേവലം ഞങ്ങളോടുള്ളൊരു ഫേവറിറ്റിസമായിട്ട് അതിനെ അവർ വ്യാഖ്യാനിക്കാനിടയായി, അല്ലെങ്കിൽ ആ നിലയിലേക്ക് അവർ പോയതുകൊണ്ടാണ് അതവർക്ക് വിപത്തായി മാറുവാനൊക്കെ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, ദൈവം എന്ത് ചെയ്യുകയാണ്? ഈ കൊർന്നല്യോസിനെ, ആ ജാതീയ പശ്ചാത്തലത്തിലായിരുന്ന കൊർന്നല്യോസിനെ ആ സുവിശേഷത്താൽ അതേ കർത്താവിൻ്റെ വചനം അവന് നൽകിക്കൊണ്ട് അവനെ ജീവങ്കിലേക്ക് വഴി നടത്തുന്ന അനുഗ്രഹീതമായൊരു ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും കർത്താവ് അങ്ങനെയുള്ള അതേ വർഗവർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ സകലരെയും സ്നേഹിക്കുന്ന സകലരോടുമുള്ള സത്യ സുവിശേഷമായി ഇന്നും കർത്താവിൻ്റെ വചനം നമുക്ക് നൽകപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നോക്കുക, അപ്പോൾ കൊർന്നല്യോസിനെ കുറിച്ച് അവിടെ വിശദമാക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യൻ. ജനറലായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു. ദൈവം ആ വ്യക്തിയെ സന്ദർശിക്കുന്നു. ദൈവത്തിൻ്റെ ദർശനം ആ മനുഷ്യനുണ്ടാകുന്നു. 9-ാം മണി നേരത്തൊരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത്, ഈ മൂന്നാമത്തെ വാക്യം നമ്മളതിൻ്റെ സന്ദർഭം കൂടെ ഒന്ന് വിശദീകരിച്ചു പോകുന്ന നല്ലതാണ്. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരം എന്ന് പറഞ്ഞ് യഹൂദന്മാരെ സംബന്ധിച്ച് 3-4 നേരങ്ങളായിട്ട് പകലിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ 9-ാം മണി നേരം എന്ന് പറയുന്നത് ആഫ്റ്റർനൂണാണ്. 3 മണി നേരം നമ്മുടെ ആഫ്റ്റർനൂൺ 3 o'clock ആണ്. ആ 3 o'clock എന്ന് പറയുന്നത് 3ന്റെ ഗുണികങ്ങളായിട്ടാണ് പ്രാർത്ഥനാ സമയമെല്ലാം പറഞ്ഞത്. 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം.
ഇതെല്ലാം പ്രാർത്ഥന സമയമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ നമ്മളത് ഇതിനു മുമ്പ് വായിക്കുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ആഫ്റ്റർനൂൺ ടൈം, അതായത് യഹൂദന്മാരെ സംബന്ധിച്ച് 3 മണി നേരം മധ്യാഹ്ന സമയം പ്രാർത്ഥനയ്ക്ക് അവർ ചെലവഴിക്കുമായിരുന്നു. ആ സമയമാണ് ആഫ്റ്റർനൂൺ, ഒരു 3 മണി നേരം പ്രാർത്ഥനാ സമയം. ആ സമയത്ത് ഒരു ദർശനം ഉണ്ടാകുകയാണ്. 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ എൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ്. എന്താകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നു. അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും. ഇവിടെയും മറ്റൊരു ചിന്തയുണ്ട്. ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ച് ചിലർ പറയാറുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതാണ് പ്രാർത്ഥനയും ധർമ്മവും. കൊർന്നല്യോസിൻ്റെ ദൈവം കണക്കിലെടുത്തില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ ഗ്രീക്ക് പരിഭാഷ നമ്മൾ നോക്കിയാൽ ചില ബൈബിളിലും അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഓർമ്മയിലേക്ക്, ദൈവത്തിൻ്റെ സ്മൃതിയിലേക്ക് ആരെ എത്തിക്കുന്നു? കൊർന്നല്യോസിനെ എത്തിക്കുന്നു, ഇല്ലേ? നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ, ഇപ്പോൾ ശൗലിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. ശൗല് തികച്ചും 9-ഉം 10-ഉം അധ്യായം കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് അതിലുള്ള ദൈവിക പദ്ധതി നമ്മൾ മനസ്സിലാക്കുക. 9-ാം അധ്യായത്തിൽ കേവലം ശത്രുവായിരുന്ന ഒരാളെ കർത്താവ് അങ്ങോട്ട് ചെന്ന് വിളിക്കുകയാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, മറ്റൊരാളെ ശൗലിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ ഭയപ്പെടുന്ന ആളിനോട് കർത്താവ് പറയുകയാണ്, ഇവൻ എൻ്റെ നാമത്തിനോട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കും. നോക്കുക, തികച്ചും ശത്രുവായ ഒരാളോട് കർത്താവ് കാണിക്കുന്ന മനോഭാവം നോക്കുക. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ധർമ്മം കൊടുക്കുന്നുണ്ട്. ഭക്തനായ ഒരു മനുഷ്യനെ കുറിച്ചും കർത്താവ് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നു നിന്റെ പ്രാർത്ഥനയും ധർമ്മം. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇവിടെ രണ്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ധർമ്മപ്രവൃത്തിയോ അല്ലെങ്കിൽ അവൻ്റെ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല അവനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതോ രക്ഷയ്ക്ക് നിദാനമായി ഇരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇതൊന്നുമല്ല ഇതിന് കാരണം. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കൊരു മനുഷ്യൻ വരുവാൻ, അല്ലെങ്കിൽ ദൈവിക തെരഞ്ഞെടുപ്പിൽ ഒരാളായിത്തീരുക എന്ന് പറയുന്നത് അത് തികച്ചും ദൈവത്തിൻ്റെ കരുണയാണ്. അത് നാം എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ 9-ഉം 10-ഉം കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 10-ാം അധ്യായത്തിൽ നമ്മൾ പറയുകയാണ്, കൊർന്നല്യോസിൻ്റെ ധർമ്മം കൊണ്ടോ അല്ലെങ്കിൽ കൊർന്നല്യോസിൻ്റെ നല്ല ജീവിതം കൊണ്ടാണെന്ന് പറഞ്ഞാൽ 9-ാം അധ്യായത്തിൽ നമുക്ക് ആൻസർ ഇല്ലാതെ പോകും, ഇല്ലേ? ദൈവസഭയെ ഉപദ്രവിക്കുന്ന ഒരു ശൗലിനെ അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തിരുവചനം പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ, അതുകൊണ്ടാണ് 9:34 വായിച്ച് അവസാനിപ്പിക്കട്ടെ. പത്രോസ് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. ഈ വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകി തന്നത് നമ്മുടെ പുണ്യപ്രവൃത്തികളോ, നാം ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ, നമ്മുടെ പാരമ്പര്യം കൊണ്ടോ, നമ്മുടെ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. അതൊന്നുകൂടെ ഉറപ്പാക്കി, കർത്താവെ എന്നെ അവിടുന്ന് തിരഞ്ഞെടുത്തത് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. അത് ഒന്നുകൂടെ നമുക്ക് ഈ വചനം നമ്മെ ഉറപ്പിക്കട്ടെ. പത്രോസ്